ആ സമയത്താണ് വത്സൻ തില്ലങ്കരിയും ദീപോപാലകൃഷ്ണൻ തൃശ്ശൂരുകാരനാണെന്ന് വിചാരിക്കാം. പക്ഷെ വത്സൻ തില്ലങ്കരി അടക്കം ഇതിന്റെ സംഘാടക സമിതി പോലും ഇല്ലാത്ത ആളാണ്. അവർക്ക് എങ്ങനെ ഈ റൗണ്ടിനകത്തുകൂടി ഫ്രീ ആക്സസ് ആ രാത്രി? അല്ല, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലവും പൂരത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരല്ലാത്ത കുറേ ആളുകൾ ഇതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് RSSൻ്റെ നേതാക്കന്മാർ അവിടെ വന്നത്. RSS നേതാക്കന്മാർക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അസാധാരണമായ ഒരു സംഭവവികാസം നടക്കുകയും അവരുടെ സാന്നിധ്യം അവിടെ കാണുകയും ചെയ്യുമ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാം. ആ സേവാഭാരതിയുടെ ആംബുലൻസ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ സുരേഷ് ഗോപിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ അടിയൻ ലച്ചിപ്പം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുന്ന പോലെയുള്ളൊരു ഒരു നാടകം ഈ പിന്നെ പൂരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നത് പൂരം കലക്കിയതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നവർക്കല്ലാതെ പൂരം കലക്കാൻ വേണ്ടി ബെനിഫിറ്റ് കിട്ടാത്തവർ പൂരം കലക്കാൻ നടക്കുമോ? അപ്പോൾ പൂരം കലക്കിയാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന ഫോർമുല അത് BJPയുടെയും പിന്നെ NDAയുടെയും ഫോർമുലയാണ്. ആ ഫോർമുല അനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തെ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഭംഗ്യം തരേണ സമ്മതിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കമ്മീഷനുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ നഗരത്തിലുണ്ടായ ഒരു സംഭവം കമ്മീഷണർ പറഞ്ഞു, BJPക്കാരോട് പറഞ്ഞൊരു വാചകം വി ആർ ഇൻ ദ സെയിം ബോട്ട് എന്ന് പലരോടും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞങ്ങനെ പറഞ്ഞോ? നിങ്ങളിപ്പോൾ വി ആർ ഇൻ ദ സെയിം ബോട്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരു കാര്യം ചെയ്യൂ. ഞാനിതൊക്കെ കേട്ടോണ്ടോ അത് നിങ്ങളെ പറഞ്ഞോ? അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പിന്നെ മനോരമ ചാനലും ഏഷ്യാനെറ്റും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം ഞാൻ പറയണ്ട, പത്രമാധ്യമങ്ങൾക്ക് പറയാലോ. അല്ല, ഞാനിപ്പോൾ കേട്ടല്ലോ. ഇപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞത് ഇപ്പോൾ നിഖിൽ പറഞ്ഞത് ഞാനിപ്പോൾ കേട്ടു. അപ്പോൾ അത് ഞാനിപ്പോൾ പറയണം. നിഖിൽ എന്നോട് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ കേട്ടിരിക്കുകയാണ്. അപ്പോൾ മനോരമയുടെ ഇവിടുത്തെ ലേഖൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം നേരിട്ട് കേട്ട കാര്യമാണ്. മനോരമ ലേഖൻ നിഖിൽ ഡേവിസ് നേരിട്ട് കേട്ട കാര്യം അദ്ദേഹം ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുകയാണ്. അത് സത്യമായി ആയിരിക്കണം. കാരണം മനോരമ ലേഖനം അങ്ങനെ തെറ്റുപറ്റാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ മുൻ കമ്മീഷണർക്ക് ബന്ധം ഉണ്ട് എന്ന് ഏതെങ്കിലും BJP നേതാവ് രഹസ്യമായിട്ട്? അല്ല, എനിക്ക് ചില രാഷ്ട്രീയ മര്യാദകളും സൗഹൃദ മനോഭാവമുള്ള ഒരാളാണ്. ഗോപാലകൃഷ്ണൻ എന്നെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഗോപാലകൃഷ്ണനെ പറ്റി തന്നെ പറയാൻ പറ്റില്ല. ഞാനാളും തമ്മിൽ 1985 ഞാനവിടെ പഠിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് പഠിച്ചു വരുന്ന സമയമായിരുന്നു. അന്ന് തൊട്ട് അദ്ദേഹം ABP, ഞാൻ ISF ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ വ്യക്തിപരമായിട്ട് വലിയ സൗഹൃദങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അതിനർത്ഥം ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് എതിരില്ല എന്നുള്ള അർത്ഥമല്ല. എനിക്കെതിരെ മത്സരിച്ച് സ്ഥാനാർത്ഥിയെന്ന് ഗോപാലകൃഷ്ണൻ. അന്നും ഞങ്ങൾ തൊഴിൽ കഴിഞ്ഞിട്ട് നടന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൂരം കാണാൻ വരുമ്പോൾ ഞാനും ഗോപാലകൃഷ്ണൻ ഏറ്റവും അടുത്തടുത്ത് നിന്നാണ് പൂരം കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു സൗഹൃദക്കുള്ള ഗോപാലകൃഷ്ണനാണ് എൻ്റെ സുഹൃത്ത്. അദ്ദേഹമാണ് എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഗോപാലകൃഷ്ണൻ്റെ അഭിപ്രായത്തെ ചിരിച്ചു തള്ളുന്നതെന്ന് പറയാൻ കാരണം ഞങ്ങൾ തമ്മിൽ സൗഹൃദമുള്ളതുകൊണ്ടാണ്. ഗോപാലകൃഷ്ണൻ ഇതൊക്കെ പറയും. അതിപ്പോ എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാനൊരാൾക്ക് ബ്രാൻഡിങ് കൊടുക്കാൻ ആളല്ല. കാരണം എന്താ വെച്ചാലേ അവനവൻ്റെ പിന്നെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിക്കുക. അവനവൻ്റെ രാഷ്ട്രീയ ധാരണകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പല ആളുകളും കാണും. അത് ഈ ഉള്ളിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഒരിക്കലും പുറത്ത് പ്രകടിപ്പിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ പുറത്ത് പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഓരോ ഉദ്യോഗസ്ഥനെയും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ അന്വേഷണ കമ്മീഷന്റെ ഉന്നത തലത്തിൽ അന്വേഷണം നടത്തി പുറത്തു വരട്ടെ. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ, ഇപ്പോൾ ഇത്രയും പറഞ്ഞ സാഹചര്യത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായിട്ട് പുറത്തു വരണം.